പൂപ്പാറയിൽ സാമൂഹ്യ വിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായുമാണ് പരാതി. ശാന്തൻപാറ സ്വദേശി പാറക്കൽ രാജേന്ദ്രനാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതി നൽകിയ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ആരോപണം. കഴിഞ്ഞ 11-ാം തീയതിയാണ് സംഭവം. പൂപ്പാറയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറയ്ക്ക് മുമ്പിലായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്ത് സാമൂഹ്യവിരുദ്ധർ പണം അപഹരിച്ചതായാണ് പരാതി. ശാന്തൻപാറ സ്വദേശി പാറക്കൽ രാജേന്ദ്രന്റെ വാഹനത്തിൽ നിന്നുമാണ് പണം അപഹരിച്ചത്. രാജേന്ദ്രന്റെ മകന്റെ കയ്യിലായിരുന്നു വാഹനം. സാങ്കേതിക തകരാറിനെ തുടർന്ന് പൂപ്പാറ AI ക്യാമറയ്ക്ക് മുൻപിലായി പാർക്ക് ചെയ്യുകയായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം വാഹനം എടുക്കുവാൻ എത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ല് തകർത്തിരിക്കുന്നതായും വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2,40,000 രൂപ മോഷ്ടിക്കപ്പെട്ടതായും അറിയുന്നത്. ഇതിനെ തുടർന്ന് രാജേന്ദ്രൻ ശാന്തൻപാറ പോലീസിൽ പരാതി നൽകി. ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു. 11/4/2025 വൈകിട്ട് ഒരു ഉദ്ദേശം 7 മണിയോടുകൂടി എൻ്റെ മോൻ വണ്ടി കൊടുത്തു. ബോഡി വെട്ട് പഠിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പൂപ്പാറ ചെന്നപ്പോൾ തന്നെ ഗീർ വീഴണമെന്ന് പറഞ്ഞു. ഗീർ വീഴണത് തന്നെ എന്നെ വിളിച്ചു പോയി. ഞാൻ പറഞ്ഞു കൊച്ചൊരു കാര്യം ചെയ്ത് അവിടെ AI ക്യാമറയുടെ സൈഡിൽ കൊണ്ട് വണ്ടി അടിച്ച് റൂമെടുത്തിട്ടുണ്ട്. ഇവിടെ കിടന്നാൻ പറഞ്ഞു പോയി. കൊച്ചു റൂമിൽ പോയി കിടന്നു. ലാസ്റ്റ് ഞാനൊരു 11 മണി രാത്രിയായി പോന്നപ്പോൾ ഈ വണ്ടിയുടെ വലിയ പ്രഷർ ഷുഗറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുഴിയെടുക്കാൻ വന്നിട്ട് കുഴിയെടുത്ത് പോവുകയും ചെയ്തു. അന്നേരം ഞാൻ ക്ലാസ് പിടിച്ച് കണ്ടിട്ടുമില്ല. രാവിലെ 9 മണിക്കാണ് കൊച്ചു വണ്ടി എടുത്ത് ചാന്തമരയ്ക്ക് വരുന്നത് ബുള്ളറ്റുമായിട്ട്. ആ സമയത്ത് പുറത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കോറിന് പോലെ കണ്ടു ചേർത്ത് വന്ന് ക്ലാസ് പൊട്ടി. എന്നെ ഒരു 3 മണിയോടെ വിളിച്ചറിയിച്ചു. ഞാൻ വൈകിട്ട് 5-6 മണിയോട് പരാതി സ്റ്റേഷൻ കൊടുത്തു. പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കാത്തതിനാൽ റോഡരികിൽ നിന്നും വാഹനം മാറ്റുവാൻ സാധിച്ചില്ല എന്നും ഒരാഴ്ചക്കാലമായി വാഹനത്തിന് ലഭിച്ച ഓട്ടം നഷ്ടപ്പെട്ടുവെന്നും രാജേന്ദ്രൻ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മോട്ടോർ വാഹന വകുപ്പിനോട് CCTV ദൃശ്യങ്ങൾ നൽകുവാൻ അപേക്ഷ നൽകിയതായും ശാന്തൻപാറ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.